ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലത്ത ഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ സമാപന നിമിഷങ്ങളാണ് ഇന്നത്തെ സുവിശേഷ വായന. യേശു തൻ്റെ ശിഷ്യന്മാരോട് അഗാധമായ ഒരു കൽപ്പന നൽകുന്നത് ഇവിടെ കാണാം. ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശുദ്ധ മാർക്കോസ് 16-ാം അധ്യായം 15-ാം വാക്യം. കാലാതീതമായ ഈ ക്രമം ഒരു ആഗോള ദൗത്യത്തിൻ്റെ തുടക്കം കുറിക്കുക മാത്രമല്ല, ഇന്നും നമുക്ക് ഓരോരുത്തർക്കും ഒരു ആഹ്വാനമായി പ്രതിധ്വനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഉദ്ദേശം ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവും സാമൂഹികവുമായ അതിരുകൾക്കപ്പുറമാണെന്ന ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ എവിടെ പോയാലും വെളിച്ചവും പ്രത്യാശയും കൊണ്ടുവരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. ഈ ഉറപ്പ് പരലോകത്തെക്കുറിച്ച് മാത്രമല്ല, അത് ഇപ്പോൾ ആരംഭിക്കുന്ന പരിവർത്തനത്തെക്കുറിച്ചാണ്. നമുക്കുള്ളിലും നമുക്ക് ചുറ്റും നമ്മുടെ വിശ്വാസം നിഷ്ക്രിയമല്ല, അത് സജീവവും ആകർഷകവുമാണ്. വിശ്വാസികളെ പിന്തുടരുന്ന അടയാളങ്ങളാൽ ശാക്തീകരിക്കപ്പെടുന്നു. സുഖപ്പെടുത്താനും പുതിയ ഭാഷകൾ സംസാരിക്കാനും സർപ്പങ്ങളെ ജയിക്കാനും ശിഷ്യന്മാർക്ക് കഴിഞ്ഞതുപോലെ നാമും പ്രതീക്ഷകളെ ധിക്കരിക്കാനും പ്രതിബന്ധങ്ങളെ മറികടക്കാനും കഴിയുന്ന വരങ്ങളാൽ സജ്ജരാണ്. ഈ അടയാളങ്ങൾ ആത്മീയവും പ്രായോഗികവുമാണ്. നമ്മുടെ കാലത്തെ വെല്ലുവിളികളെ നാവിഗേറ്റ് ചെയ്യാനും മറ്റുള്ളവരെ ക്രിയാത്മകമായി സ്വാധീനിക്കാനും നമ്മെ സഹായിക്കുന്നു. മാത്രമല്ല, യേശുവിൻ്റെ സ്വർഗാരോഹണം അവൻ്റെ നിത്യമായ കർത്താവിൻ്റെ ശക്തമായ പ്രതീകമാണ്. അവൻ എല്ലായ്പ്പോഴും യുഗാന്ത്യം വരെ നമ്മോടൊപ്പമുണ്ട് എന്ന വാഗ്ദാനമാണ്. വിശ്വാസത്തിൽ നാം പുറത്തു കടക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ല. പരിശുദ്ധാത്മാവിലൂടെ യേശുവിൻ്റെ സാന്നിധ്യം നമ്മെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനാൽ നമുക്ക് ഈ സന്ദേശം ഹൃദയത്തിലെടുക്കാം. നമ്മുടെ വാക്കുകളിലൂടെ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും നമുക്ക് സുവാർത്തയുടെ വാഹകരാകാം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ നന്മ പ്രകടമാക്കാനും ജീവിതങ്ങളെ സ്പർശിക്കാനും മൂർത്തമായ മാറ്റമുണ്ടാക്കാനുമുള്ള പുതിയ അവസരങ്ങൾ നൽകുന്നു. ധൈര്യത്തോടും സന്തോഷത്തോടും കൂടി ഈ ദൗത്യം സ്വീകരിക്കുക. കാരണം അങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രത്യാശയ്ക്കായി കാംക്ഷിക്കുന്ന ഒരു ലോകത്തിൽ നാം നമ്മുടെ വിളി സത്യമായും ക്രിസ്തുവിൻ്റെ സ്നേഹം നിറവേറ്റുകയും ചെയ്യുന്നു. കർത്താവ് തൻ്റെ അപ്പസ്തോലന്മാരോടും നമ്മുടെ വിശുദ്ധ മുൻഗാമികളോടും കൂടി ആരംഭിച്ച നല്ല പ്രവർത്തികൾ തുടരാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും നന്നായി മനസ്സിലാക്കാം. വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ ലോകത്ത് അനേകം അവസരങ്ങളും അതിൻ്റെ അതുല്യമായ വെല്ലുവിളികളോടും പ്രയാസങ്ങളോടും കൂടി നമുക്ക് മുന്നിലുണ്ട്. അനേകർക്ക് ഇപ്പോഴും കർത്താവിനെ നഷ്ടമായിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ സ്നേഹവും സത്യവും മറന്ന് അവർ ജീവിക്കുന്നു. അവരുടെ ലൗകിക മഹത്വത്തിനും അഭിലാഷത്തിനും ഒപ്പം ആനന്ദങ്ങൾ
ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും കഴിവുകളും അവസരങ്ങളും നന്നായി വിനിയോഗിക്കേണ്ടത് നമ്മളാണ്. അങ്ങനെ എല്ലായ്പ്പോഴും പരസ്പരം നല്ല മാതൃകകളും പ്രചോദനങ്ങളുമായി തുടരാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളോടും അതിനപ്പുറമുള്ള എല്ലാ ആളുകളോടും അവൻ്റെ സുവാർത്ത പ്രഘോഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും തിളങ്ങുന്ന ബീക്കണുകളായി മാറാം. മഹത്വത്തിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ സിംഹാസനം ഏറ്റെടുക്കുമ്പോൾ അവൻ്റെ എല്ലാ സഭകളോടും നമ്മോടൊപ്പം തുടരുകയും അവൻ്റെ എല്ലാ സഭകളും നമ്മോടൊപ്പം തുടരുകയും നമ്മുടെ പാതയിൽ നമ്മയെല്ലാം നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലും അതത് തൊഴിലുകളിലും ശുശ്രൂഷകളിലും അതാത് വഴികളിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന നിരവധി വെല്ലുവിളികളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നാലും കാര്യങ്ങൾ കാണാനും സഹിച്ചു നിൽക്കാനുമുള്ള ശക്തിയും ധൈര്യവും കൊണ്ട് അവൻ നമ്മെ ഓരോരുത്തരെയും ശാക്തീകരിക്കുന്നത് തുടരട്ടെ. നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും പ്രവർത്തികളിലും എല്ലാം അവൻ്റെ മഹത്തായ മഹത്വത്തിനും എല്ലാ മനുഷ്യരാശിയുടെയും നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അവൻ നമ്മെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.